സാമ്പത്തികമായ അഭിവൃദ്ധി, പുരോഗതി ആർക്കാണ് ആഗ്രഹമുള്ളത്? നബി ചോദിക്കുകയാണ്. ഈ ആഗ്രഹമില്ലാത്തവർ നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവൂല. മനുഷ്യന്റെ പ്രകൃതിയുടെ തേട്ടമാണ് സ്വന്തമായ എന്തെങ്കിലും സമ്പാദിക്കണം. അത് നാട്ടിൽ നിന്ന് നടക്കൂലെങ്കിൽ വിദേശത്തേക്ക് നടക്കൂലെങ്കിൽ വിദേശത്തേക്ക് വരെ ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാ? ഈ പ്രകൃതിപരമായ മോഹത്തിന്റെ പേരിലാണ്. എന്നാൽ ആ താല്പര്യമുള്ളവരെ നിങ്ങൾ കടന്നു വരിക, റസൂലുള്ളാഹി പറയാ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ മോഹമാണ് ദീർഘായുസ്, കൂടുതൽ കാലം ഭൂമിയിൽ താമസിക്കുക. ഇത് ആഗ്രഹമില്ലാത്തവരാരും ഉണ്ടാവില്ല. പരമാവധി ഒരു ദിവസവും കൂടി ആയുസ് നീട്ടിക്കിട്ടുമെങ്കിൽ സമ്പാദിച്ചതൊക്കെ ചെലവ് ചെയ്ത് നമ്മൾ ആ ആയുസ് വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. മരണം മണക്കുന്ന എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴാണ് നമ്മളൊക്കെ ഇതിന്റെ പ്രകടനം കാണിക്കാറുള്ളത്. ബേജാറാകുക. സമ്പാദിച്ചത് മുഴുവനും ചെലവഴിച്ച് നമ്മൾ ചികിത്സിക്കും. മാത്രമല്ല അത് തീർന്നാൽ കടം വാങ്ങും, കടം കിട്ടാതായാൽ പിരിവെടുക്കും. എന്നിട്ടെങ്കിലും ഇവിടെ ജീവിക്കണം. ഇതെല്ലാവരുടെയും താല്പര്യമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട മോഹങ്ങളുള്ള മനുഷ്യരെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫല്യസിൽ റഹ്മഹു. ഈ രണ്ട് താല്പര്യങ്ങളും നേടാൻ മോഹമുള്ളവർ കുടുംബബന്ധം മാനമായി നിലനിർത്തട്ടെ. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങളെ നാട്ടിൽ പഴയ കാലത്ത് നമുക്കൊക്കെ അറിയാം, ഒരു 10, 30, 40 കൊല്ലം മുമ്പ് നമ്മളെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന വറുതിയും പ്രയാസവും, അന്നൊക്കെ നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും ജീവിച്ച ബുദ്ധിമുട്ട് ഒരു പക്ഷേ പുതിയ തലമുറക്കറിയില്ല. നമ്മൾ ചോദിച്ചു പഠിക്കണം അവരന്ന് പ്രയാസപ്പെട്ടത് എങ്ങനെയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ വലിയൊരു പുരോഗതിയിലേക്ക് നമുക്ക് പോകാൻ ഉണ്ടായ ചരിത്രം നമ്മൾ പഠിച്ചാൽ, ഓരോ കുടുംബത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഏതോ ഒരാള് കടലൊക്കെ എടുത്തു ചാടി നീന്തിയിട്ടായിരിക്കും ആദ്യം ദുബായിൽ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗൾഫില്. അങ്ങനെ അവിടെ ചെന്ന് ചെറിയൊരു പെട്ടിക്കട ആരംഭിച്ച് കുറച്ചൊക്കെ വളരെ കഷ്ടപ്പെട്ട് പിന്നെ അനുജന് ഒരു വിസ സംഘടിപ്പിച്ച് അവനെയും കൊണ്ടുപോയി. അതേ കൊണ്ടുവന്ന അനുജനെ ഇവന്റെ കടയിൽ അവൻ വെറുതെ പാർട്ണറാക്കി ചേർക്കുകയാണ്. അവനൊരു അധ്വാനമില്ല, മുതൽ മുടക്കില്ല. ഇവൻ വിമാനത്തിലാ വന്നത്, മറ്റേ ആള് പോയതോ അയാൾ പായക്കപ്പലിലോ മറ്റൊക്കെ പോയി നീന്തിയ ആളാണ്. എന്നിട്ട് വളരെ ഐക്യത്തോടുകൂടി പിന്നീട് ഇവരുടെ സമ്പാദ്യം അത് രണ്ടാൾക്കും ഒരുപോലെയാണ്. കുടുംബത്തിന്റെ ഏത് കാര്യം വരുമ്പോഴും രണ്ടാളും ഒന്നിച്ചെടുക്കുകയാണ്. ആർക്ക് ചികിത്സ വേണമെങ്കിലും ഒന്നിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തെ വളരെ കഷ്ടപ്പെട്ട് കരുപ്പിടിപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന ആളുകളായിരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ അല്പമെങ്കിലും സാമ്പത്തിക ശേഷിയുള്ളവരെങ്കിൽ. ആരെങ്കിലും താഴോട്ട് കൂപ്പുകുത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ കുടുംബത്തെക്കുറിച്ച് പഠിക്കുക. പിശാച് ദുർബോധനം നടത്തിയിട്ടുണ്ടാവും ഒരു അവസരത്തിൽ. അവനോട് പറയടോ, നീയല്ലേ ഈ ഹോട്ടൽ ആരംഭിച്ചത്, നിന്റെ അനുജനെ നീ വെറുതെ കൊണ്ടുവന്ന് പാർട്ണറാക്കിയതല്ലേ? എന്നാൽ അവനെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഇവിടെ കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ട് എനിക്ക് സ്വന്തം എടുത്തുകൂടെ? ഒരു ദുർബല നിമിഷത്തിൽ ഈ ദുർബോധനത്തിന് ഇവൻ വശംവദനായാൽ ഇവൻ പതുക്കെ ആ കുടുംബത്തിലെ മെമ്പറെ വേർപിരിച്ചയക്കുകയാണ്. ഇതോടെ നേരത്തെ അവന്റെ കടയിലേക്ക് വന്ന ആളുകളൊന്നും ഇപ്പം വരുന്നില്ല. അവൻ നേരെ താഴോട്ടാണ് അവന്റെ വരുമാനം പോകുന്നത്. ഈ അനുഭവം നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് പഠിച്ചാൽ തീർച്ചയായും കാണാൻ കഴിയും. ഏത് കുടുംബത്തിന് സാമ്പത്തിക പുരോഗതി ഉണ്ടായോ അവരെ കുടുംബത്തിന്റെ ഐക്യത്തിന്റെയും ഭദ്രതയുടെയും കഥ അതിന്റെ പിന്നിലുണ്ടാകും. സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുടുംബത്തിന് പുരോഗതി, സാമ്പത്തിക പുരോഗതി, അതിന് കുടുംബ ഭദ്രത വേണം. എങ്കിൽ നല്ല പുരോഗതി. അല്ലാത്ത സർവ്വ സംരംഭങ്ങളും പരാജയപ്പെടും. പെട്ടെന്ന് നമുക്ക് അഭിവൃദ്ധി ഉണ്ടെന്ന് തോന്നിയാലും പിന്നീട് അത് പരാജയത്തിൽ ചെന്ന് ആപതിക്കും തീർച്ചയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ബന്ധം നമ്മൾ നിലനിർത്തുമ്പോൾ നമുക്കിപ്പോ ഒരു ശൈലിയുണ്ട്. എന്താ? ഇങ്ങോട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങോട്ടുണ്ട്, അല്ലാതെ നമുക്കില്ല. നമുക്കാരെയും സേവല്ല. ഇപ്പൊ ഒരു അഹങ്കാരത്തിന്റെ സ്വരം നമ്മളൊക്കെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം സ്വയം പര്യാപ്തത എല്ലാവർക്കും ആയപ്പം നമുക്ക് തോന്നുകയാണ് ഈ വേറെ ആരെയും സേവ വേണ്ട, ഒത്താശയൊന്നും വേണ്ടോ, ഓം പോണ പാട്ട് പോകട്ടെ. ഈ നയത്തിന്റെ ഭാഗമായി കുടുംബബന്ധം വേണോ? വേണം. ഇങ്ങോട്ടുള്ളവരോട് വേണം, അല്ലാത്തവനോട് വേണ്ട. ഈ ശൈലിയും നമ്മൾ സ്വീകരിക്കരുത്. അള്ളാന്റെ റസൂല് പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി. യഥാർത്ഥ കുടുംബബന്ധം പുലർത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നവനോട് മാത്രം അങ്ങോട്ട് ബന്ധപ്പെടുന്നവനല്ല.
ഇന്നമൽ വാസിലുല്ലദി ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ. യഥാർത്ഥ കുടുംബം ബന്ധം പുലർത്തുന്നവൻ ആരാണ്? ഇങ്ങോട്ട് തെറ്റി നിൽക്കുന്നവനോട് അങ്ങോട്ട് നന്നാവാൻ മുൻകൈയെടുക്കുന്നവനാണ്. തെറ്റിയവനോട് അങ്ങോട്ട്. നമ്മളെ കല്യാണത്തിന് ഇക്കാക്ക വന്നില്ല, എന്നാ ഞാനും പോകുന്നില്ല, അങ്ങനെയല്ലേ മൊല്യാരെ വേണ്ടെന്ന് മൊല്യാരോട് ചോദിച്ചാൽ മൊല്യാരും എന്നാ പിന്നെ നിങ്ങൾ പോകണ്ട, അങ്ങനെയല്ല പറയണ്ടത്. എന്നിട്ട് വന്നിട്ടില്ലെങ്കിലാ നിർബന്ധമായും പോകേണ്ടത്. നമ്മളെ കല്യാണത്തിന് ഇക്കാക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോയിട്ടില്ലെങ്കിലും വേറെന്തെങ്കിലും ഒഴിവ് പറഞ്ഞാൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. നമുക്ക് നിവൃത്തിയില്ലായിട്ട് പോവാതിരുന്നതാണെങ്കിൽ പോലും ഇക്കാക്ക നമ്മളെ കല്യാണത്തിന് വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും പോയി കളയണം. അപ്പം ആരാണോ കുടുംബബന്ധം വിച്ഛേദിച്ചത് അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ആദ്യം നന്നാവാൻ പോയാൽ നമുക്ക് അതിൻ്റെതായ നേട്ടം ഉണ്ടാവും. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നൊരു സ്വഹാബി പറഞ്ഞു, നബിയെ ഇന്നലി ഖറാബ, എനിക്കൊരു കുടുംബക്കാരുണ്ട്, അസിലുഹും, ഞാൻ അവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, എന്നാൽ വഹും യഖ്തഉനി, അവർ ഞാനുമായുള്ള ബന്ധത്തെ മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ കണ്ടാലും അവരോട് ചിരിക്കും, സലാം പറയും, വിവരങ്ങൾ അന്വേഷിക്കും, അവർ പ്രതികരിക്കുകയില്ല. ഞാൻ പിന്നെയും അവരുമായി ലോഹ്യത്തിന് പോകും. അപ്പോൾ ഫഹും യുജിഹിലൂനി, അവരെന്നെ ഒരു വിഡ്ഢിയായി കണക്കാക്കുന്നു നബിയെ. ഞാൻ ആ കുടുംബവുമായി ഇനിയും ലോഹ്യത്തിന് പോകേണ്ടതുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി, സ്വഹാബി, താങ്കൾ പറഞ്ഞിലൂനമാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അള്ളാഹു വിളക്കി ചേർക്കാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങളെ, വല്ലദീന യസിലൂനമാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അള്ളാഹു വിളക്കി ചേർക്കാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നവർ ആണ് സത്യവിശ്വാസികൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ആമുഖമായി പറയുന്നത്, ഈ ബന്ധം ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നമുക്കൊട്ടേറെ നേട്ടങ്ങൾ നൽകുന്ന ഒരു ബന്ധമാണ്. അതിൽ വിള്ളലില്ലാതെ, പൊട്ടിത്തെറിയില്ലാതെ, അസ്വരസ്യങ്ങളില്ലാത്ത സന്തുഷ്ടമായ ഒരു കുടുംബം അത് നമുക്ക് കെട്ടിപ്പടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സന്തോഷകരമായ കുടുംബത്തിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒന്നാമതായി, കുടുംബത്തിന്റെ അടിത്തറ ആണും പെണ്ണുമാണ്. ഇതില്ലാത്ത ഒരു വസ്തു ഈ ഭൂമിയിലില്ല. ഭൂമിയുടെ പല അത്ഭുതങ്ങളിൽ ഒന്നാണ്, എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഇണയെയും തുണയെയും സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ ഈ വസ്തുത അള്ളാഹു വിശദീകരിച്ചു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അള്ളാഹു എത്ര സ്തുതിച്ചാലും മതിയാവാത്തവനാണ്. അത്ര വലിയ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, ഭൂമിയിൽ സർവ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന സസ്യലതാദികൾ മുതൽ, വമിൻ അൻഫുസിഹിം, മനുഷ്യരിലും, വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അപരിചിതമായ സർവ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ രണ്ട് വർഗങ്ങളായി മനുഷ്യനെ പടച്ചത്? അഥവാ കുടുംബമായി സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണ്? ഇവിടെ നാം ചിന്തിക്കുമ്പോൾ മനുഷ്യേതര ജീവജാലങ്ങളെയും അചേതന വസ്തുക്കളെയുമൊക്കെ ആണും പെണ്ണുമായി പടച്ചതിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. അത് മറ്റൊന്നുമല്ല, അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ അവയുടെ പരമ്പര ഈ ലോകത്ത് നിലനിൽക്കണം. അതിന് ശാസ്ത്രീയമായ പ്രജനന സംവിധാനം എന്ന നിലക്കാണ് എല്ലാ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും പടച്ചത്. ഇത് മനുഷ്യരിൽ നമ്മൾ കാണുന്നു. അതുപോലെ മൃഗങ്ങളിലും ഒട്ടേറെ നമുക്ക് കണ്ടാൽ തിരിയും ആണും പെണ്ണിനെയും. പക്ഷികളിലും നമുക്ക് മനസ്സിലാവുന്നതും മനസ്സിലാകാത്തതുണ്ട്, ആണും പെണ്ണും ഉണ്ട്. ഇതുപോലെ സസ്യങ്ങളിൽ ആണും പെണ്ണുമുണ്ട്. ഒരു തെങ്ങ് ആണ്, മറ്റൊരു തെങ്ങ് പെണ്ണ് എന്ന അർത്ഥത്തിലല്ല. ഒരു തെങ്ങിൽ നിന്ന് പൂക്കുല പുറത്തു ചാടുമ്പോൾ
ആ പൂക്കുലയിൽ രണ്ട് തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്, ആൺപുഷ്പവും പെൺപുഷ്പവും. ആൺപുഷ്പത്തിന്റെ പൊടി പെൺപൂവിലെത്തുന്നു തേനീച്ച പോലുള്ള പ്രാണികൾ മുഖേനയും പ്രത്യേക കാറ്റ് മുഖേനയും. അതാണ് പിന്നീട് തേങ്ങയായി മാറുന്നത്. ആൺപൂവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതോടെ അത് താഴെ വീഴാണ്. കാരണം അവരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? പ്രത്യുൽപാദനം. ഇത് മാത്രമാണ്. ആടുകൾ നമ്മുടെ തീന്മേശയിൽ എന്നും വേണം. കോഴി കുറ്റിയേറ്റു പോകാൻ പാടില്ല. അതിന്റെ പരമ്പര നിലനിൽക്കാൻ ആണും പെണ്ണും അവരിൽ അല്ലാഹു സൃഷ്ടിച്ചു. എന്നാൽ നാം മനുഷ്യരെ എന്തിനു വേണ്ടിയാണ് ആണും പെണ്ണുമായി അല്ലാഹു പടച്ചത്? ഒരു ലക്ഷ്യം ഇതുതന്നെയാണ്. ഖിയാമത്ത് നാൾ വരെ മനുഷ്യവംശം ഈ ലോകത്ത് നിലനിൽക്കണം. അതിന് പ്രജനനവും പ്രത്യുൽപാദനവും നടക്കണം. അതിന് ഇണയും തുണയും വേണം. ഒന്ന്. എന്നാൽ ഇതര ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ലക്ഷ്യം മനുഷ്യരെ ആണും പെണ്ണുമായി പടച്ചതിന്റെ പിന്നിൽ വേറെയും ഉണ്ടെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതെന്താണ്? അല്ലാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളുടെ ശരീരത്തിൽ